കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർ 2025 ലത്തീൻ കത്തോലിക്ക ദിനം ആചരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ 7-നാണ്. ആഗോള കത്തോലിക്ക സഭ ജൂബിലി ആചരിക്കുന്നു എന്നത് ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആപ്തവാക്യവുമായി ആഗോള കത്തോലിക്ക സഭയുടെ ജൂബിലി ആഘോഷിക്കുന്ന ഈ സമയത്ത് പ്രത്യാശയോടുകൂടി തന്നെയാണ് കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരും സുസംഘടിതരായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. KRLCC എന്ന ഏകോപന സമിതിയുടെ ഏകോപനത്തിൽ വിവിധ തലങ്ങളിലുള്ള സമുദായ പ്രവർത്തകർ, സമുദായ അംഗങ്ങൾ, വിവിധ വിഭാഗങ്ങൾ ഇവരൊക്കെ ഒരുമിച്ച് ചേർന്ന് ഈ വർഷത്തെ ലത്തീൻ കത്തോലിക്ക ദിനം സമുചിതമായി ആചരിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ പൊതുസംഘടന എന്നുള്ള രീതിയിൽ കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷന് അതിൻ്റേതായ പങ്ക് വഹിക്കാനുണ്ട്. KLCAയുടെ എല്ലാ ഭാരവാഹികളും തങ്ങളുടെ ഇടവകകളിൽ നടക്കുന്ന ലത്തീൻ കത്തോലിക്ക ദിനത്തിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാകണം. അങ്ങനെ പ്രവർത്തിച്ചു വരികയുമാണ്. വിവിധ ഇടവകകളിൽ ഈ ഡിസംബർ 7-ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് KLCA പ്രവർത്തകരും BCC സംവിധാനങ്ങളും മറ്റു സംഘടനകളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ സമുദായത്തിൻ്റെ സംഘാത ശക്തി വിളിച്ചു പറയുന്ന ഒരു ദിവസമായി ഈ ഡിസംബർ 7 മാറണം. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന രീതിയിൽ ആഗോള സഭ ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മളെല്ലാം വളരെയധികം പ്രത്യാശയിൽ തന്നെയാണ്. ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ സമർപ്പിച്ചിരിക്കുന്ന ശുപാർശകൾ നമ്മുടെ മുന്നിലുണ്ട്. 284 ശുപാർശകളാണ് വിശദമായ പഠനത്തിന് ശേഷം നമ്മളൊക്കെ നൽകിയ തെളിവുകൾക്ക് ശേഷം ജസ്റ്റിസ് JB കോശി കമ്മീഷൻ സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ ദിനത്തോടനുബന്ധിച്ച് KRLCC പുറത്തിറക്കിയ സർക്കുലറിലും ഇക്കാര്യങ്ങൾ പ്രത്യേകമായി പറയുന്നുണ്ട്. അങ്ങനെ 284 ശുപാർശകളിൽ പലതും ദീർഘനാളുകളായി നാം ഉന്നയിച്ചു വരുന്ന വിഷയങ്ങളാണ്. സമുദായ സർട്ടിഫിക്കറ്റ്, തീരസംരക്ഷണം, മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ, സ്കോളർഷിപ്പുകൾ, ഉദ്യോഗ സംവരണം, വിദ്യാഭ്യാസ സംവരണം, അങ്ങനെ നിരവധി വിഷയങ്ങളിൽ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമൂഹം നാളുകളായി ഉന്നയിച്ചു കൊണ്ടിരുന്ന അവകാശങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകണം, അത് പുറത്തുവിടാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിനൊക്കെ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യാശയുടെ കാലത്താണ് ഈ ലത്തീൻ കത്തോലിക്ക ദിനം നാം ആചരിക്കുന്നത്. അതിനുവേണ്ടി മുൻകൈയെടുത്തിട്ടുള്ള എല്ലാവർക്കും, കേരളത്തിലെ മുഴുവൻ ലത്തീൻ ക്രൈസ്തവർക്കും ഈ ലത്തീൻ കത്തോലിക്ക ദിനം ആചരിക്കുന്ന ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. താങ്ക് യു.